ടോപ്പ് 10 കൺട്രീസ് ഞാൻ പറയാൻ പോവാം. ചീപ്പസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. ജീവിക്കാൻ പറ്റുന്നത്, നമുക്ക് താമസിക്കാൻ ചീപ്പായിട്ടുള്ള കൺട്രികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 ചീപ്പസ്റ്റ് കൺട്രീസ് ടു ലീവ് എന്നാണ്. ഏതാണ് 2026 ഏതാണ് ഇതുവരെ ജീവിക്കാൻ പറ്റുന്നത്, ചീപ്പായിട്ട് നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് വേൾഡിൽ, നമുക്ക് നോക്കാം. ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ്, കോസ്റ്റ് ഓഫ് ലിവിങ്, റെൻറ്റ്, ഫുഡ് എല്ലാം ഇതാക്കിയ ഒരു ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെ ആയിരിക്കും അപ്രോക്സ് ഒരു മന്ത് നമുക്ക് അവിടെ പോയി നിന്നാലും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നത്. ചീപ്പാണ് എന്നുള്ള കൺട്രികളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ ഏതാണ് ഒന്നാം സ്ഥാനത്തുള്ള ചീപ്പെന്ന്. അപ്പോൾ ഞാൻ 10 മുതൽ 1 വരെ പറയും. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുക. 10ാം സ്ഥാനത്തുള്ളത് നേപ്പാളാണ്. എന്തായാലും നേപ്പാളാണ് 10ാം സ്ഥാനത്ത്. അവിടെ 20,000 മുതൽ 40,000 പെർ മന്ത് മതി. ഇന്ത്യയെ പോലെ ചീപ്പ് തന്നെയാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ഇതാക്കാനൊന്നുമില്ല. ഇന്ത്യയെ പോലെ തന്നെ അവിടെയും ചീപ്പാണ്. തൊട്ടടുത്ത നെയ്ബറിങ് കൺട്രി ആണല്ലോ, അതുകൊണ്ട് തന്നെ വലിയ നല്ല ചീപ്പാണ്. അത് മതി ഒരു മാസം. പിന്നെ 9ാം സ്ഥാനത്തുള്ളത് വിയറ്റ്നാം. ആ കൺട്രിയാണ്. വിയറ്റ്നാം പറയണത് 25,000 മുതൽ 50,000 പെർ മതി. ഫുഡ് നല്ല ചീപ്പാണ്, നല്ല ഫ്രണ്ട്ലി ഇതാണ്. അത് കാരണം നമുക്ക് 9ാം സ്ഥാനത്ത് അതാണ് നല്ലത്, വിയറ്റ്നാം. പിന്നെ 8ാം സ്ഥാനത്ത് ഇന്തോനേഷ്യ. ടോപ്പ് 8 നിൽക്കുന്നത് ഇന്തോനേഷ്യ. അവിടെ 25,000 മുതൽ 40,000 വരെ മതി. മനസ്സിലായ? അപ്പം നല്ല ബാലി നമുക്കറിയാം, നല്ല പോപ്പുലറാണ്. അവിടെയൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും കുറേ പേര് ട്രിപ്പ് പോകാനും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അതാണ്. ചീപ്പായിട്ടും പോയിട്ട് വരാനും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് 8ാം സ്ഥാനത്തുള്ളത് ഇന്തോനേഷ്യയാണ്. ഇനി 7ാം സ്ഥാനത്തുള്ളത് ഫിലിപ്പൈൻസ്. നമ്മളെ കേരളയെ പോലെ തന്നെ ഇരിക്കും ആ സ്ഥലങ്ങൾ, കുറേ തെങ്ങും ഇതൊക്കെ ഉള്ളത്. അവിടെ പറയണത് 30,000 രൂപ മുതൽ 50,000 രൂപ മതി അവിടെ ജീവിക്കാൻ. ഇംഗ്ലീഷ് നല്ല ഈസിയാണ് അവിടെ. അവിടെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ നല്ല അഫോർഡബിൾ ആണ്. അവിടെയും നല്ല ഫ്രണ്ട്ലിയാണ്, അവിടെയും ചീപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. പിന്നെ പറയണത് ടർക്കി. 6ാം സ്ഥാനത്തുള്ളത് ടർക്കിയാണ്. 7ാം സ്ഥാനത്ത് ഫിലിപ്പൈൻസ്, 6ാം സ്ഥാനത്തുള്ളത് ടർക്കി. ടർക്കി പറയണത് 35,000 മുതൽ 60,000 രൂപ വരെ മതി ടർക്കി. അവിടെ യൂറോപ്പ് പ്ലസ് ഏഷ്യയാണ്, അങ്ങനെയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാം. അവിടെ മിക്സ് ഓഫ് യൂറോപ്പും ഏഷ്യയും ആയിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചീപ്പായി. പിന്നെ ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ഇനി 5, 4, 3, 2, 1 ഇതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പം 5ാം സ്ഥാനത്തുള്ളത് വേറെ ആരുമല്ല, രാജ്യം ജോർജിയയാണ്. ആ രാജ്യത്താണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ചീപ്പായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അതും പറ്റും, പക്ഷേ നല്ല പാടുമാണ്. പക്ഷേ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഓക്കെയാണ്. ഇവിടെ 30,000 രൂപ മുതൽ 60,000 രൂപ വരെ മതി ജീവിക്കാൻ. ഇന്ത്യൻസിക്ക് വിസ നല്ല എളുപ്പമാണ്. അതാണ്, സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്, വർക്കും കിട്ടുന്നുണ്ട്. ഇപ്പം കുറച്ച് പാടാണ്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അഫോർഡബിൾ ആണ്, സാധനങ്ങളൊക്കെ അഫോർഡബിൾ ഉണ്ട്. പിന്നെ മെസ്സുണ്ട്, കാര്യങ്ങളുണ്ട്. സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. അതാണ് 5ാം സ്ഥാനത്ത്. ഇനി 4ാം സ്ഥാനത്തുള്ളത് തായ്ലൻഡാണ്. തായ്ലൻഡ് പറയുന്നത് 35,000 മുതൽ 70,000 വരെ മതി അവിടെ ജീവിക്കാൻ. ഇതൊക്കെ അപ്രോക്സ് ആണ് പറയുന്നത്. അത് ഹൈ ആയ അത്ര വരെ മതി. മനസ്സിലായ? അത് ടൂറിസ്റ്റ് ലൈഫ് സ്റ്റൈലും പറയാം. നമുക്കൊക്കെ വിസ ഫ്രീയാ ഇന്ത്യൻസിന്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഇപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ട്. ഫേമസ് ആയ കുറേ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എളുപ്പമാണ്. ഇനി ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. 3, 2, 1 ഇതാണ് ഇത്. അപ്പം 3ാം സ്ഥാനത്തുള്ളത് മെക്സിക്കോ ആണ് പറയുന്നത്. 40,000 രൂപ മുതൽ 70,000 രൂപ വരെ ബഡ്ജറ്റ് മതി. അഫോർഡബിളും ഫൺ ലൈഫും അവിടെ ആഘോഷിക്കാം, നല്ല രീതിയിൽ ജീവിക്കാം. അല്ലേ? ഇപ്പം ടോപ്പ് 2 എത്തിയിട്ടുണ്ട്. 2, 1ാം സ്ഥാനം എല്ലാവരും കാത്തിരിക്കുന്നു. 2ാം സ്ഥാനത്തുള്ളത് വേറെ ആരുമല്ല, ബൾഗേറിയ കൺട്രിയാണ്. അപ്പം ബൾഗേറിയ യൂറോപ്പിലെ കൺട്രിയാണ്. പക്ഷേ 40,000 രൂപ മുതൽ 80,000 രൂപ വരെ മതി അവിടെ
ജീവിക്കാൻ ചീപ്പസ്റ്റ് ആണ്. യൂറോപ്പിലെ ചീപ്പസ്റ്റ് കൺട്രി എന്ന് വേണമെങ്കിലും പറയാം. അത് ബൾഗേറിയയാണ്. അതാണ് 2ാം സ്ഥാനത്തുള്ളത്. ഇനി 1ാം സ്ഥാനത്ത് ഇത് ഞെട്ടിക്കും, ഒരു അവസരം കൂടെയാണ് പോകാൻ. 1ാം സ്ഥാനം പറയുന്നത് പോർച്ചുഗൽ. നമ്മളെ റൊണാൾഡോ ഏരിയ, ഫുട്ബോൾ ഏരിയ. റൊണാൾഡോ അവിടെയാണ്, നമുക്കറിയാം. അങ്ങനെ 50,000 രൂപ മുതൽ 90,000 രൂപ വരെ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റും. ബെസ്റ്റ് ക്വാളിറ്റിയും നല്ല അഫോർഡബിളും ഹൈ ലക്ഷറി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണത്. അതുകൊണ്ട് ഇതാണ് 1ാം സ്ഥാനത്ത് അപ്പോൾ ഉള്ളത് പോർച്ചുഗലാണ്. അപ്പോൾ ഇനി ഞാൻ ഒന്നേന്ന് പറയാം. 10ാം സ്ഥാനത്ത് നേപ്പാൾ, 9ാം സ്ഥാനത്ത് വിയറ്റ്നാം, 8ാം സ്ഥാനത്ത് ഇന്തോനേഷ്യ, 7ാം സ്ഥാനത്ത് ഫിലിപ്പൈൻസ്, 6ാം സ്ഥാനത്ത് ടർക്കി, 5ാം സ്ഥാനത്ത് ജോർജിയ, 4ാം സ്ഥാനത്ത് തായ്ലൻഡ്, 3ാം സ്ഥാനത്ത് മെക്സിക്കോ, 2ാം സ്ഥാനത്ത് ബൾഗേറിയ, 1ാം സ്ഥാനത്ത് പോർച്ചുഗൽ. അപ്പോൾ ഇതാണ് കണക്ക്. ഇതിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണ് സെറ്റിലാവാൻ നോക്കുന്നതെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് പോകാനും എവിടെയാണ് ആഗ്രഹമെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം, കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്ത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.